നമസ്കാരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും നിലമ്പൂർ ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് നിലമ്പൂർ എങ്ങനെയും പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ CPM ചില തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് പോകും എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. മെയ് 30-ന് വൈകുന്നേരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സംസാരിക്കും. പിണറായിസം തകരുമെന്ന് PV അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് നിലമ്പൂരിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നിലമ്പൂരിൽ PV അൻവറിന്റെ ഇമ്പാക്ട് ഉണ്ടാകില്ല എന്നാണ് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞത്. അൻവർ പോകുമ്പോൾ പാർട്ടി ആകെ ഒലിച്ചു പോകുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് എന്നും ഒരു പോറൽ പോലും പാർട്ടിക്ക് ഏറ്റില്ല എന്ന് കാലം തെളിയിച്ചു എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അൻവറിന്റെ പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നും നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ എന്ന്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണോ എന്നതൊക്കെ പാർട്ടി തീരുമാനിക്കും എന്നാണ് VP അനിൽ പറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി പിണറായിസത്തിന്റെ വോട്ട് വന്ന് വീഴുന്നത് കാണാമെന്നാണ് PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അൻവറിന്റെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത്. നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് കാര്യമെല്ലാം ബോധ്യപ്പെട്ടു. വൻ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിക്കുമെന്നും അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. മൂന്നാമതും പിണറായി വരുമെന്ന നരേഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ വസ്തുത ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്. പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രത്യേകമായി പറയും. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇത്. ഏത് പ്രശ്നമാണ് ഈ സർക്കാർ ശ്രദ്ധിച്ചത്? പാലം, റോഡ്, എയർപോർട്ട് എന്ന് പറഞ്ഞ് മറിമായം നടത്തുന്നു. അതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് എന്നാണ് PV അൻവർ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അതേസമയം അൻവറും UDF-ഉം കരുക്കൾ നീക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്.